RJ ബിൻസിയാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയായിരുന്നു, ലാലേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ആരെയൊക്കെയാണ് ഫയർ ചെയ്തത്, ആർക്കെങ്കിലുമൊക്കെ ആർക്കൊക്കെയാണ് കിട്ടിയത്, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമുക്ക് നോക്കാം. എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ റിവ്യൂ പറയുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് RJ ബിൻസി, ഞാൻ ആദ്യം തന്നെ പറയുന്ന അവസാനമാണ് എവിക്റ്റഡ് ആയത് എന്നുള്ളത്. എപ്പിസോഡ് അവസാനമായിരുന്നു കാണിച്ചത്, പക്ഷേ RJ ബിൻസിയാണ് എവിക്റ്റഡ് ആയത്. നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. ശൈത്യ, ബിൻസി, അപ്പാനി, ശരത്, ഇവർ 3 പേരുമായിരുന്നു ലാസ്റ്റ് വോട്ടിങ്ങിൽ ലാസ്റ്റിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ ശൈത്യ കുറച്ച് അനീഷുമായിട്ട് കുറച്ചൊക്കെ ഒരു ഗ്രഡ്ജൊക്കെ മാറിയപ്പം ശൈത്യ കുറച്ചും കൂടി മുന്നിലേക്ക് പോയി. അപ്പം ബിൻസിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് മീൻസ് അപ്പാനി ശരത്തുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേരൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതാകാം ഒരു റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പാനിയെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല. കാരണം അപ്പാനി കളിക്കുന്ന ഗെയിം ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരു അയൽക്കൂട്ടമല്ല, എന്താ കുറേ പേരുകളൊക്കെ പ്രേക്ഷകർ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിറച്ച പേരുകൾ വന്നിട്ടുണ്ട്. കാളകൂട വിഷം, എന്തൊക്കെയാണ് പറയുക, വേതാൾ, അങ്ങനെയൊക്കെയുള്ള കുറേ പേരുകളാണ് വന്നിരിക്കുന്നത്. കാളകൂട വിഷം എന്നൊക്കെയാണ് അപ്പാനിക്ക് പേരിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ട് കൂട്ടുചേർന്നപ്പോഴത്തേക്ക് അത് പ്രേക്ഷകർക്ക് കുറച്ച് ബിൻസിക്ക് വോട്ട് കുറയാനുള്ള ഒരു സമയം. പക്ഷെ ബിൻസി നല്ല പ്ലെയർ ആയിരുന്നു, നല്ലതായിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ആ സംസാരം ഇതൊക്കെ കുറച്ചുകൂടി ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല ഗുഡ് പ്ലെയർ ആയിരുന്നു, നന്നായിട്ട് ഇനി കളിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ പ്ലേ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു RJ ബിൻസി. ഓക്കെ, ഞാൻ RJ ബിൻസി എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം പറയുന്നത് അത് നമുക്കൊരു ബുദ്ധിമുട്ട്. അത് എപ്പോഴും ഞാൻ എന്നുള്ള അഹംഭാവം എന്ന് പറയത്തില്ലേ, ഞാൻ എന്ന ഭാവം അത് കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും തോന്നണമെന്നില്ല. പക്ഷെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നു. ഇപ്പം ഇരിക്കുന്ന കുറച്ച് എന്താ പറയുക, മൂലയിലിരിക്കുന്ന രേണുവിനെ പോലുള്ള ആൾക്കാരെക്കാട്ടൊക്കെ വളരെ വളരെ ഫാർ ബെറ്റർ ആയിരുന്നു ബിൻസി. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആദ്യം തന്നെ ഓരോ കാര്യങ്ങൾ അനീഷിനെ വിളിച്ചു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഗെയിം, നിങ്ങൾ നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊരു വാക്ക് ലാലേട്ടൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്ത് കൊണ്ടുവന്ന, ഞാൻ സമൂഹത്തെ പ്രതിനിധീകരിച്ച് വന്ന വ്യക്തിയാണ് എന്നുകൂടി ലാലേട്ടൻ അനീഷിനെ എടുത്തു പറഞ്ഞു. 2 പോയിന്റാണ്. പിന്നെ അതിനുശേഷം അനീഷിനെ കുറേ ഇങ്ങനെയാണ് കളിക്കേണ്ടത്. പിന്നെ അനീഷ് ഈ അന്നത്തെ ഒരു ടാസ്ക് കൊളവാക്കിയില്ലേ, ആ ടാസ്ക് കൊളവാക്കിയതിനെ കുറിച്ച് അതും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കാരണം എല്ലാത്തിനും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ കുറച്ച് കൊടുക്കണം. കാരണം അനീഷ് നന്നായിട്ട് ഗെയിം ഇനിയും കളിക്കണമെങ്കിൽ അനീഷിന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടണം, എങ്കിൽ മാത്രമേ അനീഷ് ബെറ്റർ ആവത്തുള്ളൂ. കുറച്ച് ഗെയിം മാറ്റി പിടിക്കണം. കാരണം ഒരേ സ്ട്രാറ്റജി മാത്രം എടുത്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ബിഗ് ബോസ് എന്തോ ലീവൊക്കെ എടുത്ത് വന്നതല്ലേ, നിങ്ങൾ ബിഗ് ബോസ് നന്നായിട്ട് പഠിച്ച ഒരാളല്ലേ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിച്ചു. എന്നിട്ട് ഓരോ സീസണിലെയും, കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാറിന്റെ കളി എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. നെക്സ്റ്റ് സാബുവിനെ തരികിട സാബു ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പണ്ട് കാണുന്നത് കൊണ്ട് അയാളെ ഞാൻ തരികിട സാബു എന്ന് തന്നെയാണ് നമ്മളിരുന്നത്. തരികിട എന്ന് പറയുന്ന പരിപാടിയിലെ അവതാരകനായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അയാളെ തരികിട സാബു എന്നാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ ഞാൻ തരികിട സാബു എന്ന് വിളിച്ചത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ സോറി കേട്ടോ, മാറ്റി വെച്ചേരെ. പക്ഷെ ഞാനൊക്കെ പണ്ടുതൊട്ടേ അങ്ങനെ തരികിട സാബു എന്നാണ് നമ്മൾ പഠിക്കുന്ന കാലത്തോട്ട് അയാൾ തരികിട സാബു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പുള്ളി സീസൺ 1 വിന്നറായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരെയും കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവരുടെ കളിയുടെ വിലയിരുത്തൽ, പിന്നെ ആര്യ, ഇവരെയൊക്കെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ എന്തായാലും അനീഷ് പറ്റുന്നൊക്കെ അനീഷ് പറഞ്ഞു. അനീഷ് ഏറ്റവും നല്ല പ്ലെയർ ആണെന്നുള്ള തോന്നൽ അനീഷിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കളിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ലാലേട്ടനോട് അനീഷ് എടുത്തു പറഞ്ഞു. പിന്നീട് അനുമോൾ അവരൊരു ഗെയിം ടാസ്ക് നടത്തിയല്ലോ, മിഡ് വീക്ക് എവിക്ഷൻ്റെ ടാസ്കിൽ എന്തുകൊണ്ടാണ് അവരെ വേണ്ടെന്ന് വെച്ചത് ഒക്കെ ചോദിച്ചു. അപ്പോൾ അവർ നന്നായിട്ട് കളിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അപ്പാനി നമ്മുടെ ഏറ്റവും പുതിയ ഒരു സംഭവമാണ്. ബെൻസിയും ശൈത്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. എന്താ പറഞ്ഞ കീ ഉണ്ടല്ലോ, പുതിയ കീ നോക്കിയാൽ മതിയായിരുന്നു. ഇത് ഒരു കീ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അത് അവിടെ നിന്ന് എടുത്തു, തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഒരു ആകപ്പാടെ 6 മിനിറ്റിലെ 2.5 മിനിറ്റ് അല്ല, ഒരു 3.5 മിനിറ്റും ആ കീ എടുത്ത് ഒരു 10
10 മീറ്റർ അകലത്തിൽ നിന്ന് കീ എടുത്ത് തന്നെ സമയം കളഞ്ഞു. അത് വളരെ മോശമായി പോയി. കാരണം അതൊരു നമ്മൾ പർപ്പസ്ഫുള്ളി ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവും. അല്ല എന്ന് എത്ര പറഞ്ഞാലും അംഗീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അനീഷിനെ പുറത്താക്കുക, അനീഷിനെ എവിക്ഷനിലേക്ക് വിട്ടിട്ട് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് ഇരുട്ട് റൂമിൽ കൊണ്ടിടുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ കളിച്ചത്. പിന്നെ അനുമോൾ അങ്ങനെ കളിച്ചോ എന്ന് എനിക്കറിയില്ല. അനുമോൾ മാക്സിമം ചേട്ടാ എടുത്തോണ്ട് പോവാ ചേട്ടാ ഇങ്ങനെ നടന്ന് പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അനുമോൾ അതിനകത്ത് ഭാഗമായി കാണത്തില്ല. പക്ഷേ അപ്പാനി ശരത്ത് അത് മനഃപൂർവ്വം അനീഷിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. പിന്നീട് അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്നുള്ളതൊരു തോന്നൽ വന്നുകൊണ്ടാണ് പിറ്റേ അടുത്ത കളിക്ക് അവർക്ക് കളിക്കണം എന്ന് തോന്നിയത്. അപ്പോൾ അതെന്തോ ആവട്ടെ, എന്തായാലും അനീഷിന്റെ കാര്യം അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഇത് ശരിയായിരുന്നു. ഈ പിന്നെ നമ്മുടെ ഈ ടാസ്കിനകത്ത് പണിപ്പുര പോകുന്ന ടാസ്കിൽ അനീഷ് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് നിന്ന് അതൊക്കെ കാണിച്ചു. അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് സ്റ്റാർ ഓഫ് ദ വീക്ക് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. എനിക്ക് അതിനകത്ത് ഒരു കാര്യത്തിൽ രേണു പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇന്നലെ ലൈവ് ഞാൻ കണ്ടതാണ്. അപ്പം രാത്രി 12:30 വരെയും ജയിലിൽ രേണുവും എന്താ പറയുക നമ്മുടെ നിവിനും കൂടി ഇത് എറിയുമല്ലേ, നെല്ലിക്കായും പിന്നെ നാരങ്ങയും ഇടുന്ന സമയത്ത് അനീഷാണ് അത്രയും നേരം ക്യാപ്റ്റൻ്റെ പാട് ഇറക്കിപ്പോയി. എത്രയോ മണിക്കൂറുകളിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് ആ പ്രോത്സാഹനം എത്ര നേരം നിന്നെന്നറിയാം. അനീഷ് അവിടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് ഇട് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. അത് അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെ ആയിരുന്നു എന്ന് രേണു പറഞ്ഞു. രേണു സ്റ്റാർ ബനീഷിന് കൊടുത്തു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. കറക്റ്റ് ഒരു ഡിസിഷൻ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ 4 സ്റ്റാറാണ് അനീഷിന് കിട്ടിയത്. 6 സ്റ്റാറോടുകൂടി ജിസേലിനെയാണ് എല്ലാവരും സ്റ്റാർ ഓഫ് ദ വീക്കായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അനുമോള് ജിസേലിനെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശം, ജിസേലും അനുമോളും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് പിന്നെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് അത് എടുത്തു പറഞ്ഞു. പിന്നെ കള്ളി എന്ന് വിളിച്ചതും പിന്നെ റൂൾ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അനുമോൾ അത് കണ്ടെടുത്തി. അപ്പോൾ അനുമോൾ CAD അനുമോൾ എന്നുള്ള വിളിപ്പേരും കൂടി ലാലേട്ടനോട് പറഞ്ഞു. കറക്റ്റ് ഞാനും ഇവിടെ ഇട്ടതാണ്, CAD മൂസയല്ല CAD അനുമോൾ എന്ന്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് തന്നെ ലാലേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പിന്നീട് എന്താ പറയുക, ജിസേല് കണ്ടോന്ന് ചോദിച്ചു. ഫുഡ് ഇങ്ങനെ മോഷ്ടിക്കുന്നത്, ചപ്പാത്തി മോഷ്ടിച്ചു എന്ന് പറഞ്ഞതിനാണല്ലോ ഈ പ്രശ്നം വന്നത്. അനുമോള് ഭയങ്കരമായിട്ട് ചൂടായപ്പോൾ എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, അടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ അത് കളിയായിട്ട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കും, 7ന്റെ പണി കിട്ടുമേ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇത് പിന്നെ അവർ തമ്മിൽ ആ ഒരു എന്തായിരുന്നു പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു നാളെ ഇനി കാണിക്കായിരിക്കും ഇതിൻ്റെ മോഷണവും കാര്യങ്ങളും, ഇനിയും കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അതെന്തെങ്കിലും നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയായിരുന്നു. പിന്നെ അതിനുശേഷം എന്തെങ്കിലും അപ്പം ഈ സ്റ്റാർ ഓഫ് ദ വീക്കിന് ഒരു സമ്മാനം കൊടുത്തു. ചോക്ലേറ്റ്സ് ആണെന്ന് തോന്നുന്നു, സ്റ്റാർ പോലുള്ള സാധനം ചോക്ലേറ്റ്സ് ആണ് കൊടുത്തു. അത് ജിസേലിന് ക്യാപ്റ്റൻ കൊണ്ട് കൊടുത്തു. പിന്നെ അനീഷ് ഏറ്റവും നല്ല ഒരു വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്തത് ഷാനവാസിനെയാണ് കേട്ടോ. അത് കറക്റ്റാണ്. കാരണം അപ്രീഷിയേറ്റ്, കാരണം ഷാനവാസും അനീഷും കൂടിയാണ് ഒരു ശീത സമരം പോലെ ഒരു മത്സരം നടക്കുന്നത്. അവർ തമ്മിലൊരു രാവിലെ തന്നെ എന്നാൽ അത് പരാമർശിച്ചില്ല. ഇനി ചിലപ്പം പരാമർശിക്കുകയായിരിക്കും തന്തയ്ക്ക് വിളിച്ചതും അങ്ങനെയുള്ള മരക്കഴുതെന്ന് വിളിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, തൃശ്ശൂർ സ്ലാങ്ങിൽ എൻ്റെ അച്ഛൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് എനിക്കറിയാം. തൃശ്ശൂർ സ്ലാങ്ങിൽ നമ്മൾ എന്തെങ്കിലും കുറ്റമൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാതിരുന്ന പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എടി മരക്കഴുതി ചെയ്യുക എത്ര നേരമായിട്ട് നിന്നോട് പറയുന്നടി എന്ന് എൻ്റെ അച്ഛൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു തെറിയൊന്നുമല്ല. അവർ നോർമലി ഒരു പെട്ടെന്ന് കുസൃതിയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് അങ്ങനെ പറയുന്ന ഒരു സ്ലാങ് ആണ് എന്നാണ് എനിക്കറിയാവുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം എൻ്റെ അച്ഛൻ പറയും മരക്കഴുതി എത്ര നേരമായിട്ട് നിന്നോട് പറയും, അല്ലെങ്കിൽ ഏട്ടന്മാരോടൊക്കെ പറയും. 5 ബ്രദേഴ്സാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഏട്ടന്മാർ അവരോട് പറയും പിന്നെ മരക്കഴുതി എന്നൊക്കെ വിളിച്ചിങ്ങനെ പറയാറുണ്ട്. അച്ഛൻ്റെ ഒരു സ്ലാങ് ആണ്, തൃശ്ശൂർ ഭാഷയിലുള്ള ഒരു സ്ലാങ് ആണ് മരക്കഴുതി. അത് ഭയങ്കര തെറിയുന്നില്ല. പക്ഷെ അത് നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറയുന്നത് അത് ഒരു തെറി തന്നെയാണ്. അപ്പോൾ തന്തയ്ക്ക് വിളിക്കുകയല്ലേ, അപ്പോൾ അത് മോശമായി പോയി എന്നുള്ളത് എനിക്കിപ്പോഴും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതൊന്നും പരാമർശിച്ചില്ല. ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിൽ പരാമർശിക്കുകയായിരിക്കും ലാലേട്ടൻ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അപ്പോൾ നിവിന് എനിക്കും സമ്മാനം വേണം. പിന്നെ സ്റ്റാർ ഓഫ് ദ വീക്കിന് സമ്മാനം കൊടുത്തപ്പോൾ നമ്മുടെ നിവിൻ എനിക്ക് സമ്മാനം വേണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിവിന് കിട്ടിയ സമ്മാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒറ്റ ചപ്പലില്ല, ഇത്ര ഇത് സൂചിമനമുള്ള എന്താണ് ഹൈ ഹീൽ, പോയിന്റഡ് ഹീൽ, നോട്ട് എ ഹൈ ഹീൽ, പോയിന്റഡ് ഹീൽ ചപ്പൽ. ഒരെണ്ണം കിട്ടിയ ഷോർട്ട് ചെറിയ സ്മോൾ സൈസാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ അങ്ങനെ പണി കിട്ടും. അപ്പോൾ 7ന്റെ പണി കിട്ടുവേ എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു സമ്മാനം വേണോ നിവിന്? ആ വേണോ, എനിക്ക് വേണം എന്ന് പറഞ്ഞില്ല. മുടിയൊക്കെ കുളിക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ പെണ്ണുങ്ങളുടെ ഇടയിലെല്ലാം പോയി കിടക്കുന്ന മോശ സ്വഭാവമുണ്ട്. ഇനി അത് നല്ല അങ്ങനെ ശീലമാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയത്തില്ല. എനിവേ സാബുചേട്ടൻ്റെ പേര് പറഞ്ഞപ്പോൾ സാബുചേട്ടൻ പറയുകയാണ് പിന്നെ വർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് ആള്
സമ്മാനം വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ സമ്മാനം എന്തായാലും സ്റ്റോർ റൂമിൽ ചെല്ലും. ബസ്സർ അടിക്കുമ്പോൾ സ്റ്റോർ റൂമിനുള്ളിലേക്ക് കയറാൻ പറഞ്ഞു. ബസ്സർ അടിക്കുന്നത് വരെ പുള്ളി അങ്ങോട്ട് വെയിറ്റ് ചെയ്തിട്ട് സ്റ്റോർ റൂമിലെ വാതിൽ തുറന്നു ഇല്ല. ഭയങ്കരമായിട്ട് ബൗ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഇട്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിവിൻ ഭയങ്കരമായിട്ട് പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. നിവിൻ പെട്ടെന്ന് പേടിച്ചിട്ട് ബാക്കിലോട്ട് ഓടിയിട്ട് അവിടെ വീണു കേട്ടോ. ആ മുറ്റത്ത് വീണു, പിന്നെ പുല്ലിൽ വീണു. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. കാരണം പെട്ടെന്ന് ഇരുട്ടല്ലേ, ഭയങ്കര അവിടെ വെട്ടമില്ലായിരുന്നു. പെട്ടെന്ന് കയറി ചെന്ന് ബൗന്ന് കേട്ടപ്പോൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് അല്ലേ. നമ്മളിവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ റോബോട്ട് ഇങ്ങനെ, അപ്പോൾ അതിനെ പേരിട്ടിട്ടുണ്ടായിരുന്നു സ്പൈക്കുട്ട, അങ്ങനെ എന്തോ ഒരു പേരാണ്. മഞ്ചിമ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആ പേര് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അതിന് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് എന്തായാലും അത് കൂടെ വന്ന് വീട്ടിനകത്ത് കയറി. അപ്പം ഇനി ക്യാമറ കൂടാതെ ബിഗ് ബോസ് ഹൗസിലെ ഹൗസ് മേറ്റ്സിന് എന്തൊക്കെ കൃത്രിമത്വം ചെയ്യുന്നു, എവിടെയൊക്കെ മൂട്ടിച്ച് കൊണ്ടുവച്ച് തിന്നുന്നു, എവിടെയൊക്കെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, റൂൾ ബ്രേക്ക് ആരൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം കണ്ടെത്താനുള്ള ഒരു ഡോഗാണത്, റോബോട്ട് ഡോഗാണത്. അപ്പം മൈജിയുടെ ഒരു ഏറ്റവും പുതിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും വീട്ടിനുള്ളിൽ പ്രവേശിക്കും, ഏത് സമയത്ത് വേണമെങ്കിലും വീട്ടിനുള്ളിൽ നിന്ന് പോവാം, ഏത് രാത്രിയിലോ പകലോ എന്നില്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും വീട്ടിനുള്ളിൽ പ്രവേശിക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ ടച്ച് ചെയ്യാൻ പാടില്ല, ഷോക്ക് അടിക്കുന്നു കൂടി ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഓരോരോ വിശേഷങ്ങൾ. വേറെ വലിയ കാര്യങ്ങളൊന്നും ഇന്ന് നടന്നില്ല. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടത് നമ്മുടെ ബിൻസി എവിക്റ്റായി എന്നുള്ളതും തന്നെയാണ്. ഇനിയിപ്പോൾ പിന്നെ എന്നിട്ട് രണ്ടുപേര് തിരിച്ചു വന്നു. അയ്യോ, ഞാനിന്ന് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമ്മുടെ അജ്ഞാതവാസത്തിനുമായി 2 വ്യക്തികളെ കണ്ടില്ലെന്ന്. ആ ഹൗസിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ലാലേട്ടൻ ചോദിച്ചു നിങ്ങൾ ആരും തിരക്കിയില്ലെന്ന്. പക്ഷേ നമ്മളെ ഇനി കാണിക്കാനാണോ എന്ന് പറഞ്ഞു. ഞാൻ ഈ ലൈവ് മുഴുവൻ കണ്ടിട്ട് ഞാൻ ഒരാളും ഈ ശാരീരികനെ കുറിച്ചോ പിന്നെ നമ്മുടെ ഒണിയലിനെ കുറിച്ചോ ചോദിക്കുന്നത്, അവരെവിടെ ആയിരിക്കുന്നു ആലോചിക്കുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിവിടെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടു ഇവർ രണ്ടുപേരും എവിടെ പോയിരിക്കും, ഇവരെ എവിടെ ആയിരിക്കും പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ന് അവർ തിരിച്ചു വന്നു, ഒരു ഓട്ടോയിലാണ് തിരിച്ചു വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാരിക ഒരു കറക്റ്റായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, നോർമൽ സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല കേട്ടോ. കാരണം ഏതോ ഒരു അജ്ഞാതവാസത്തിൽ 48 മണിക്കൂറായി അവരെ കൊണ്ടുപോയിട്ട്. പക്ഷേ ഒണിയലിനോട് ചോദിച്ചു, ഒണിയൽ പറഞ്ഞു ഞാൻ ആദ്യം ഒരു 1.5 ദിവസം ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നീട് ഞാൻ അവിടെ പൂക്കൾക്കൊക്കെ പേരൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നെന്ന്. 48 മണിക്കൂർ ഒന്നുമില്ലാണ്ട് വെറുതെ ഒന്നും കാണാത്ത ഒരവസ്ഥയിൽ ഇരിക്കുമായിരിക്കും. എന്താ അവിടുത്തെ സിറ്റുവേഷൻ നമുക്കറിയില്ല. ഇനി അവർ പറയുമ്പോഴേ നമുക്കറിയാൻ പറ്റൂ. അവരത് പറഞ്ഞിട്ടില്ല വിശേഷങ്ങൾ. പിന്നെ എന്താ പറയുക, ശാരികയോട് പറഞ്ഞപ്പോൾ ശാരിക പറഞ്ഞു ഞാൻ ഇപ്പോഴും നോർമൽ ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല ലാലേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ 2 ദിവസം അവർ 48 മണിക്കൂർ എന്തായിരുന്നു ചെയ്തത് എന്നൊക്കെ നമുക്ക് പിന്നീട് എപ്പിസോഡ് കഴിഞ്ഞ് ലൈവിലല്ലേ നീ കാണിക്കൂ. അപ്പോൾ ലൈവിൽ നമുക്ക് കാണാം. ഇനിയിപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്തായാലും നാളെ രാവിലെ എനിക്ക് വേറൊരു വീഡിയോ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നാളെ തന്നെ ഞാൻ രാവിലെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്സ് ആണ്. ഇതൊക്കെയാണ് സംഭവിച്ചത്. എന്ത് തന്നെയായാലും പിന്നെ ഏറ്റവും ഒരു എന്താ പറയുക, ഇതിലൊന്നും പെടാതെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് നിന്ന അഭിശ്രീയാണ്. അഭിശ്രീനെ എന്താ പറയുക, എല്ലാവരും ഒരു ലാലേട്ടനും അഭിലാഷിനെ കുറച്ച് ഈ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച പോലെയല്ല ഈ ആഴ്ച നല്ല ഇമ്പ്രൂവ്മെന്റ് മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ മാറ്റമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ വലിയ സംഭവമായി, ഞാനങ്ങ് പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഭയങ്കര സംഭവമായി എന്ന് വിചാരിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറയും, പക്ഷെ ലാലേട്ടൻ പറയുന്നതിനകത്തൊരു 7ന്റെ പണി ഉണ്ടാവും. അത് എല്ലാവരും മനസ്സിലാക്കുക. അതായിരിക്കും ഞാനിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലാലേട്ടൻ പറയുന്നതെല്ലാം 100% അങ്ങനെ വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറയുന്നതിന് ഉള്ളിലൊരർത്ഥമുണ്ട്, ഉള്ളിലൊരു മീനിങ് ഉണ്ട്. ആ മീനിങ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ കണ്ടസ്റ്റന്റുകൾക്ക് ലാലേട്ടൻ പറയുന്നതിന്റെ 100% എന്താണ് എന്ന് മനസ്സിലാവത്തുള്ളൂ. കാരണം ലാലേട്ടൻ പറയുന്നത് അതുപോലെ കേട്ടിട്ട് വെറുതെ അങ്ങ് എടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ലാലേട്ടൻ പറയുന്നതിന് ഉള്ളിലൊരു ഇന്റർ മീനിങ് ഉണ്ട്. ആ മീനിങ് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പം നമ്മുടെ അഭിലാഷ് വിചാരിച്ചിരിക്കും അയ്യോ എനിക്ക് ഭയങ്കര പ്രേക്ഷക പിന്തുണയാണ്, ഞാനിനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അത് സേഫ് ഗെയിമായിട്ട് ജനങ്ങൾ പിടിച്ചു പുറത്ത് കളയും. ആവശ്യമുള്ളതിനെല്ലാം ഒരു പ്രതികരണവും കാര്യങ്ങളും ഉണ്ടാവണം. അല്ലാണ്ട് മീഡിയേറ്റർ മാത്രമല്ല. അഭിലാഷ് ഇപ്പം മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ച കാര്യമാണ് പറയുന്നത്. ആരോട് അധികം വഴക്കൊന്നും അത് മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ചു, ഇറ്റ്സ് ഗുഡ്. പക്ഷേ അത് മാത്രം പോരാ. പിന്നെ അനീഷ് കുറച്ചും കൂടി ഒന്ന് മാറ്റി പിടിക്കണം. ഒരു കാര്യം മാത്രം ഭയങ്കര അനാവശ്യമായി. അനീഷിനെ അത് കണ്ടപ്പോൾ അനീഷ് മനസ്സിലായി അതെനിക്കും ഒരു ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. അന്ന് എന്താ പറയുക, റെന ഫാത്തിമ
ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതൊക്കെ, പിന്നെ അതിനൊക്കെ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് ബഹളം വയ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ അത് കാണിച്ചു കൊടുത്താൽ നല്ലതായി. കാരണം ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാനൊന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്നെ വിലയിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാവും, എന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ കുറച്ചും കൂടി എനിക്ക് ഇതിന് കുറച്ചും കൂടി ബെറ്റർ ആവാൻ പറ്റും അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചൊന്ന് ബെറ്റർ ആവാൻ പറ്റും. അത് അനീഷിന് കഴിയും എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ കുഴപ്പമില്ല, ഷാനവാസ് അത്യാവശ്യം ഷാനവാസും അനീഷുമാണ് ഇപ്പോൾ ഒരു തമ്മിലൊരു മത്സരം എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അനിമോള് വീക്കാണ്. അനിമോൾ അത്രയ്ക്കൊന്നും സ്ട്രോങ് ഒന്നുമല്ല. അനിമോൾ ഈ കരച്ചിലൊക്കെ നിർത്തി നന്നായിട്ട് ഗെയിം കളിച്ചാൽ അനിമോൾക്ക് നന്നായിട്ട് കളിച്ചു പോകാം. പിന്നെ വേറെ അവിടെ ഇപ്പം ബിൻസി നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഗെയിം ഉണ്ടോയെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇവിടെ ഇപ്പം അനീഷിൻ്റെ ചുമലിലോട്ട് പോയിരുന്ന്, അനീഷ് അല്ലല്ലോ എന്ത് പറഞ്ഞു, ശരത്തിൻ്റെ ഇന്ന് മുഴുവൻ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ശരത്തിൻ്റെ കൂടെ ആ ബെഡിൽ ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ ഹസേറിൽ ഇരുന്ന് ശരത്തിൻ്റെ കൂടെ ഇരുന്ന് ശരത്തിൻ്റെ കാര്യങ്ങൾ കേട്ട് ചിരിച്ച് ശരത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആളായിരുന്നു. ഈ പിന്നെ ബിൻസി ഇപ്പോൾ പോയപ്പോഴും അത് തന്നെയാണ് കാണാൻ പറ്റിയത്. ശരത്തിനെ കെട്ടിപ്പിടിക്കുന്നു, ശരത്ത് കരയുന്നു, ശരത്തുമായിട്ടാണ് ഇൻറ്റിമസി. എന്തിനാണെങ്കിൽ ഒരാളുമായിട്ട് ഇത്രയും കൂടുതൽ ഇൻറ്റിമസി പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ല. കാരണം ശരത്ത് എന്ന് പറയുന്ന ഒരു കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട്. പിന്നെ മൂന്നാമത് കുട്ടീനെ വൈഫ് ഗർഭിണിയായിരിക്കുന്നു. അപ്പൊ എന്ത് കോംബോ പിടിച്ചാലും അത് അങ്ങോട്ട് പ്രേക്ഷകർക്ക് ദഹിക്കില്ല, ഡൈജസ്റ്റ് ആവില്ല. വിവാഹം കഴിക്കാതെ രണ്ട് ആൾക്കാരെ തമ്മിൽ കോംബോ പിടിക്കാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അവിടെ എത്ര പേരുണ്ട്, ഇപ്പൊ ആര്യനുണ്ട്, വേറെ ആരും ഇവിടെ ഇങ്ങനെ കോംബോ പിടിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അക്ബർ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. പിന്നെ അവിടെ ചെക്കന്മാരാരുണ്ട്, ആരും ഇല്ല. അനീഷ് ഡിവോഴ്സ് ചെയ്യാണ്, എന്നാൽ പോലും അനീഷ് ആ ഒരു സ്ട്രാറ്റജി പോവില്ല. പിന്നെ ആരും കോംബോ പിടിക്കാനല്ല. അപ്പോൾ ഈ ശരത്തും ബിൻസിയും കൂടെ ഒരു കോംബോ പിടിക്കാൻ നോക്കിയോ എന്നുള്ളത് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അത് ഇപ്പോഴേ പൊളിഞ്ഞു പോയി. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ കോംബോ പിടിക്കുന്നത് പ്രേക്ഷകരെ പറ്റിക്കുകയാണ്. പ്രേക്ഷകരെ മാക്സിമം മണ്ടന്മാരാക്കാതിരിക്കുക, അതാണ് ഏറ്റവും കളി ചെയ്യാനുള്ളത്. നമ്മുടെ ജെനുവിനായിട്ട് നമ്മളായി നിൽക്കുക. പിന്നെ സംസാരിക്കുന്നതും ഒരുപാട് ഇറിറ്റേറ്റഡ് ആവരുത്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ചിലപ്പം ഞാൻ സ്പീഡിലാണ് സംസാരിക്കുന്നത്, ചിലപ്പോൾ എൻ്റെ ഈ സംസാരം ചിലപ്പോൾ കേൾക്കുന്നവർ ചിലർക്കെങ്കിലും ഇറിറ്റേറ്റഡ് ആവും. അത് ഞാൻ സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കുറച്ചൊന്ന് മാന്യമാണ്. കാരണം ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കത് മാറ്റാനും കുറച്ച് പ്രയാസമാണ്. എന്നാലും ചില ആൾക്കാർക്കെങ്കിലും എൻ്റെ ഈ സംസാരം ഇറിറ്റേറ്റഡ് ആവും. അത് ഞാൻ സ്വയം വിലയിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, മനുഷ്യന് ഗുണങ്ങളും ഉണ്ട്, നമ്മൾ കുറവുകളും ഉണ്ട്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. അതുപോലെ നമുക്ക് ഗുണങ്ങളുണ്ട്, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് ആണ്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറവുകളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് എപ്പോഴും വിചാരിക്കരുത്. അപ്പം അത് ബിൻസിക്ക് എനിക്ക് തോന്നിയത് എല്ലാം ഇപ്പോൾ അപ്പാനി എങ്ങനെയാണ് വിചാരിച്ചത്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നൊരു തോന്നലുണ്ട്. അത് പാടില്ല. നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകൾ നമ്മളൊരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ നമ്മളെ കാണുന്നവർക്കേ മനസ്സിലാവും, നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതനുസരിച്ച് കളിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വീഡിയോ ആയിട്ട് നാളെ പുതിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ രാത്രി എല്ലാം കൂടി പറയുന്നില്ല, ഇപ്പോൾ തന്നെ 17 മിനിറ്റ് ആയി. ഞാനിങ്ങനെ പറഞ്ഞ് 10-അരമണിക്കൂർ കൂടുതലൊക്കെ സംസാരിക്കും. ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ സോറി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.